Blessing today. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ്. ഇതൊരു അനുഗ്രഹമായി തീരുവാനായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇന്ന് കുറ്റിച്ചിറയിൽ നിന്നുള്ള PP ദേവസി, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഹാപ്പി ബർത്ത്ഡേ ബ്രദർ ദേവസി. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബ്രദർ ദേവസിക്ക് കർത്താവെ പൂർണ്ണമായ സൗഖ്യം അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ തന്നെ കർത്താവെ 9.5 സെൻറ്റ് സ്ഥലം ഇദ്ദേഹത്തിൻ്റെ പേരിൽ ലഭിക്കുവാനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള വഴികൾ തുറക്കണമേ കർത്താവെ. ഈ കുടുംബത്തിനകത്തു നിന്നുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം മാറിപ്പോകട്ടെ. ദൈവികമായ സമാധാനം ഈ കുടുംബത്തിനകത്ത് വാണ് അരുളട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അപ്പോൾ തന്നെ ഇദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള 2 പേർ കൂടെയുണ്ട്. അവർ കൂടെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, ബാംഗ്ലൂരിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്ക് ലഭിക്കേണ്ട മുഴുവൻ പണവും കർത്താവ് ബിൽഡേഴ്സിൽ നിന്ന് ലഭിക്കുവാനായി വഴി തുറക്കണമേ. തിരുവനന്തപുരത്ത് നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൻ ഷിബു തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് MD എൻട്രൻസ് നല്ല രീതിയിൽ കർത്താവെ പാസ്സാകുവാൻ, കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിറകിൽ അനുഗ്രഹമായി പ്രവർത്തിച്ച ഈ വ്യക്തികളോടുള്ള പ്രത്യേകമായ നന്ദി ബ്ലെസ്സിങ് ടുഡേയുടെ പേരിൽ അറിയിക്കാൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവിക നന്മകൾ ധാരാളമായി കർത്താവ് നിങ്ങളുടെ മേൽ പകരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വടകര ഡിസംബർ 18 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ വടകര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഷൊർണൂർ ഡിസംബർ 19 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മയിൽ വാഹനം ഓഡിറ്റോറിയം ഷൊർണൂർ. ഒരു വിവാഹം കഴിഞ്ഞത്. ഏകദേശം 4 വർഷത്തിന് ശേഷമാണ് ഇവർക്കൊരു കുട്ടിയെ കിട്ടുന്നത്. ആ കുട്ടിയെ കിട്ടുന്നതിന് ഇവർക്ക് അതിനൊരു കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, കുറച്ചധികം കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഈ സഹോദരി നമ്മുടെ കോൾ സെൻറ്ററിലൊക്കെ വിളിച്ച് പറഞ്ഞ് ഡോക്ടർ ബെഡ് റെസ്റ്റൊക്കെ ഫുള്ള് പറഞ്ഞിരുന്നു. വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതിനിടയിൽ പ്രാർത്ഥനയോട് കൂടിയാണ് ഈ കുഞ്ഞിനെ ഇവർക്ക് ലഭിച്ചത്. കുഞ്ഞ് ജനിച്ചിട്ട് അന്ന് തുടങ്ങി പാല് കുടിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇതിങ്ങനെ ഭയങ്കരമായിട്ട് കൊച്ചു കിടന്നിങ്ങനെ വെപ്രാളപ്പൊടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സാധാരണ ഗതിയിൽ ആളുകൾ പറയുന്നത്, ഡോക്ടേഴ്സൊക്കെ പറയുന്നത്, ജനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ച് ദിവസം ചിലപ്പോൾ പാല് കുടിക്കാൻ ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം, അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ 3-4 ദിവസം തുടർമാനമായിട്ട് ഈ പ്രശ്നങ്ങളൊന്നും മാറാതെ അത് വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഹാർട്ടിന് 2 ഹോളുണ്ട് എന്ന് കണ്ടുപിടിച്ചു. അതിൽ ഒരെണ്ണം വലിയ കുഴപ്പമില്ല, എന്നാൽ ഒരെണ്ണം ഇത്തിരി വലുതാണ്. അത് 3 വയസ്സാകുമ്പോൾ, ഈ ഒരു ചെറിയ പ്രായത്തിൽ അതിനൊന്നും ചെയ്യാൻ കഴിയില്ല. 3 വയസ്സാകുമ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പറഞ്ഞിരുന്നു പാല് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, കുഞ്ഞിന് നടക്കുന്ന പ്രായമൊക്കെ ആകുമ്പോൾ അത് ഇഴയാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. സഹോദരി പറയുന്നത്, കുഞ്ഞിന് ഏകദേശം 1 മാസം പ്രായമായ സമയം മുതൽ ഈ സഹോദരി എല്ലാ ദിവസവും രാവിലെ ഈ കുഞ്ഞിനെയും മടിയിൽ വെച്ചിട്ട് ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണുമായിരുന്നു. അതിനിടയിൽ ഇവർ പറയുന്നത് ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ട് ഓടും. കാരണം പാല് കുടിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊച്ചു കിടന്ന് ഞരങ്ങുകയും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ കാണിക്കുമ്പോൾ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അവിടെ കിടത്തും, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരും. ഇങ്ങനെയായിരുന്നു ഏകദേശം 4 മാസം ഇവർ തുടർമാനമായി പോയിക്കൊണ്ടിരുന്നത്. ഇതിനിടയിൽ വീട്ടിലുള്ള ദിവസങ്ങളിലെല്ലാം ഇവർ ഈ മകളെയും മടിയിൽ പിടിച്ചുകൊണ്ട് ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണും. ഈ സഹോദരി പറഞ്ഞത്, കുഞ്ഞിന് 4 മാസം പ്രായമായപ്പോൾ ഒരു ദിവസം ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ഡാമിയൻ TV പ്രോഗ്രാമിലൂടെ ഇങ്ങനെ പറയുന്നത്, ജനിച്ചിട്ട് അധികം പ്രായമില്ലാത്ത, അധികം മാസങ്ങൾ പ്രായമില്ലാത്ത ഒരു കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ ഹോൾ കർത്താവ് അടയ്ക്കുന്നു എന്ന് പറഞ്ഞു. TV പ്രോഗ്രാമിലൂടെ ബ്രദർ പറഞ്ഞ അന്ന് തന്നെ ഈ സഹോദരി ഭർത്താവിൻ്റെ വീട്ടിലേക്ക്, എനിക്ക് തോന്നുന്നു കട്ടപ്പന ഭാഗത്ത് എന്തോ തോന്നുന്നു, അങ്ങോട്ടേക്ക് പോയി. ഈ സഹോദരി പറയുക,
അന്ന് മുതൽ ഈ കുഞ്ഞ് പാല് കുടിക്കാൻ തുടങ്ങി. യാതൊരു പ്രശ്നവുമില്ല. ഇന്ന് ഈ കുഞ്ഞിന് 1.5 വയസ്സ് പ്രായമുണ്ട്. ഈ കുഞ്ഞ് ഇഴയും ഓടി നടക്കും. എല്ലാ കാര്യങ്ങളും വളരെയധികം നല്ല രീതിയിൽ ചെയ്യാൻ തുടങ്ങി. ഈ 4 മാസം തുടർമാനമായിട്ട് ആഴ്ചയിൽ പലതവണ ഇടവിട്ട് ആശുപത്രിയിൽ പോകുമായിരുന്നു. എന്നാൽ അതിനുശേഷം അവർ ഇന്ന് വരെ ഹോസ്പിറ്റലിൽ ഈ കുഞ്ഞിനെയും കൊണ്ട് പോകേണ്ടി വന്നിട്ടേയില്ല. ഹല്ലേലൂയ. കൈകൾ രണ്ടും ചേർത്തടിച്ച് വലിയൊരു സൗഖ്യമാണ് ആ മകൾക്ക് കൊടുത്തത്. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് ഏകദേശം 2ാമത്തെ മാസം സഹോദരിയുടെ ഹസ്ബൻഡിന് ഈ മരത്തിൻ്റെ തടിയുടെ ഒക്കെ പണിയാണ്. താനിങ്ങനെ മുകളിലെ നിലയിലേക്ക് കയറുമ്പോൾ മരത്തിൻ്റെ സ്റ്റെപ്പ് പൊട്ടിയിട്ട് താഴേക്ക് വീണിട്ട് തൻ്റെ ലങ്സിൻ്റെ ഭാഗം ഇടിച്ച് പെട്ടെന്ന് ക്രിട്ടിക്കലായിട്ട് ഓപ്പറേഷൻ ചെയ്തു. തൻ്റെ ഒരു ലങ്സിൻ്റെ ഒരു പോർഷൻ എടുത്ത് കളഞ്ഞു. തനിക്ക് അന്ന് മുതൽ താൻ തുടർമാനമായിട്ട് രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. വിവാഹം കഴിഞ്ഞ് ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം എടുത്തു മാറ്റി. വിവാഹം കഴിഞ്ഞ് 2ാമത്തെ മാസമാണ് സംഭവിക്കുന്നത്. അതിനുശേഷം ഏകദേശം 2 വർഷത്തിലധികം ഈ സഹോദരിയുടെ ഭർത്താവിന് ജോലിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഒരു ചെറിയ കപ്പ് വെള്ളം പോലും തനിക്ക് എടുത്തുയർത്താൻ കഴിയില്ല. തുടർമാനമായിട്ട് താൻ രക്തം ഛർദ്ദിക്കുമായിരുന്നു. തൻ്റെ ഓരോ ദിവസവും തൻ്റെ അവസ്ഥ വളരെയധികം ദുരിതപൂർണ്ണമായിക്കൊണ്ടിരുന്നു. ഈ സഹോദരി പറയുന്നത് 4 വർഷങ്ങൾക്ക് മുൻപ്, സഹോദരി ഒത്തിരി നാളുകളായിട്ട് 2011 ആ സമയം തുടങ്ങി ബ്ലെസ്സിംഗ് ടുഡേ കാണുന്നതാണ്. സഹോദരി പറയുന്നത് 2011 ഏത് മാസമാണെന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഒരു ദിവസം TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ ഡാമിൻ TV പ്രോഗ്രാമിലൂടെ പറയുകയാണ്, അനങ്ങുമ്പോൾ രക്തം ഛർദ്ദിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് ചെയ്ത അത്ഭുതം അന്ന് മുതൽ ഇതുവരെ താൻ രക്തം ഛർദ്ദിച്ചിട്ടില്ല. താൻ ഇന്ന് വിദേശ രാജ്യത്ത് താൻ ഡ്രൈവറായിരുന്നു. എന്നാൽ വേറൊരു ജോലി മാറ്റം കിട്ടി. പോളിഷൊക്കെ ചെയ്യുന്ന പണിക്ക് താൻ ഇന്ന് വിദേശ രാജ്യത്ത് പോയി അവിടെ ജോലി ചെയ്യുകയാണ്. ഈ സഹോദരി ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയും, നീ പറഞ്ഞ് കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട, എനിക്കിപ്പോൾ യാതൊരു പ്രശ്നമില്ല എന്നാണ് ഭർത്താവ് പറയുന്നതെന്നാണ് പറയുന്നത്. സഹോദരി പറയുന്നതൊക്കെ ശരിയാണ്. ഇപ്പൊ ഈ കുഞ്ഞിന് എത്ര മാസം പ്രായം? 1.5 വയസ്സുണ്ട്. 1.5 വയസ്സ് പ്രായമുണ്ട്. 1.5 വയസ്സിന്റെ വളർച്ചയുണ്ട്. യാതൊരു പ്രശ്നവും നമുക്ക് ഈ കുഞ്ഞിനെ കണ്ടിട്ട് തോന്നുന്നില്ല. ഒറ്റ ദിവസം കൊണ്ടാണോ ഹോള് പാല് കുടിക്കാനുള്ള അത് കിട്ടിയത്? ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. അന്നേരം ഡോക്ടർ പറഞ്ഞ് ജനിച്ചതല്ലേ ഉള്ളൂ, കുഞ്ഞിന് പാല് കുടിക്കാറാകുന്നേ ഉള്ളെന്ന് പറഞ്ഞു. പക്ഷേ ഇവള് പാല് കുടിക്കുമ്പോൾ മരണവെപ്രാളം എടുക്കുന്ന പോലെ ഒരു ഏങ്ങലും ഒരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആശുപത്രി കാണിച്ചപ്പോൾ പറഞ്ഞ് എക്കോ എടുക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞങ്ങൾ കരുനാഗപ്പള്ളിയിൽ കൊണ്ടുവന്ന വലിയത്തെ എക്കോ എടുത്തപ്പോഴാണ് പറഞ്ഞ് ഇങ്ങനെ ഹോളുണ്ട്, കുഞ്ഞ് പിന്നെ പാല് കുടിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുമെന്ന് പറഞ്ഞ്. എഴയാൻ നേരത്തും കുഞ്ഞ് കുറച്ച് നേരം എഴയുമ്പോഴേക്കും അടുത്ത് പോവും, എഴയാനൊക്കെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ്. ആ 4 മാസങ്ങൾക്ക് ശേഷം ബ്രദർ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ ശേഷം കുഞ്ഞ് എഴയാൻ പ്രായമായപ്പോൾ അവൾ എഴയുന്നുണ്ട്. അതിനുശേഷം അവൾ പാല് കുടിക്കുന്നുണ്ട്. ഇവള് പാല് കുടിക്കാതെ എനിക്ക് 2-3 പ്രാവശ്യം ആശുപത്രി അഡ്മിറ്റ് ആകേണ്ടി വന്ന്, കുടിക്കാതിരുന്ന്. പാല് കുടിക്കാതെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് ഓടുകയും ചാടുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പ്രൈസ് ഗോഡ്. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് എങ്ങനെ ഇരിക്കണം? ഇപ്പം പൂർണ്ണ ആരോഗ്യവാനാണ്. 3 മാസമായി ഗൾഫിൽ പോയി. ഓക്കെ. ഇപ്പൊ എത്ര നാളായി ആ രക്തം ഛർദ്ദിക്കുന്ന അവസ്ഥ മാറിയിട്ട്? ഇപ്പോൾ ഒരു 4 വർഷമായി. 4 വർഷമായി ഈ സൗഖ്യം കിട്ടിയിട്ട്. ഓ പ്രൈസ് ഗോഡ്. കൈകൾ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? മാത്രമല്ല, ഭർത്താവിന് സ്ഥിരമായിട്ട് താൻ മദ്യപാനിയായിരുന്നു. ആ മദ്യപാനവും പൂർണ്ണമായിട്ട് മാറി. വളരെയധികം സന്തോഷത്തിലാണ്. കൈകൾ രണ്ടും ചേർത്തടിച്ചുകൊണ്ട് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ കുഞ്ഞിന് ആരോഗ്യത്തോടെ നൽകിയതിനായി നന്ദി. തൻ്റെ ഭർത്താവിനെ സൗഖ്യമാക്കിയതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. Jesus was ministering. യേശു ശുശ്രൂഷിക്കുകയാണ്. Disciples were ministering. ശിഷ്യന്മാർ ശുശ്രൂഷിക്കുകയാണ്. And finally they killed Jesus. അവസാനം അവർ യേശുവിനെ കൊന്നു. And he laid his body in a newly constructed sepulchre or a tomb. അവർ യേശുവിന്റെ ശരീരം പുതുതായി പണി കഴിപ്പിച്ച ഒരു കല്ലറയ്ക്കകത്ത് വെച്ചു. Satan was very happy. സാത്താന് ഭയങ്കര സന്തോഷമായി. Satan started laughing. I killed the Son of God. Now I am the king. സാത്താൻ പൊട്ടിച്ചിരിക്കാനിടയായി. ഞാൻ ദൈവപുത്രനെ കൊന്നു, ഇപ്പോൾ ഞാനാണ് രാജാവ്. And all the high priests and low priests and all other religious figures, they were also happy. Everything is over. The threat is gone. എല്ലാ മഹാപുരോഹിതന്മാരും കൊച്ചു പുരോഹിതന്മാരും എല്ലാവരും ഭയങ്കര സന്തോഷമായി. നമ്മുടെ ഭീഷണി അവസാനിച്ചു. Hallelujah. Hallelujah. But do you know one thing? ഒരു കാര്യം അറിയാമോ? As Jesus declared,
യേശു പറഞ്ഞിരുന്നത് പോലെ On the third day, മൂന്നാമത്തെ ദിവസം Jesus rose up from the dead. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. And he will never die anymore. അവൻ മരിക്കുകയില്ല. Hallelujah. Hallelujah. He came back to life. അവൻ ജീവനിലേക്ക് മടങ്ങി വന്നു. And that's why we have hope today. അതുകൊണ്ടാണ് നമുക്ക് പ്രത്യാശയുള്ളത്. Hallelujah. ഹല്ലേലൂയ. Because he lives, we will also live. അവൻ ജീവിക്കുന്നത് കൊണ്ട് നാമും ജീവിക്കും. Lift your right hand. വലതുകരം ഉയർത്തിപ്പിടിക്കുക. Everybody shout this after me. എന്നോടൊപ്പം ചേർന്ന് നിങ്ങൾ ഉറക്കെ പറയുക. Because Jesus lives, യേശു ജീവിക്കുന്നത് കൊണ്ട് I will also live. ഞാനും ജീവിക്കും. Jesus rose up from the dead. യേശു മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റു. And then he said, അവൻ വീണ്ടും then he പിന്നീട് പറഞ്ഞു. appeared to his disciples. തന്റെ ശിഷ്യന്മാർക്ക് അവൻ പ്രത്യക്ഷനായി. And he proved that he was alive. അവൻ ജീവനോടെ ഇരിക്കുന്നെന്ന് അവൻ തെളിയിച്ചു. In different times, in different occasions, to different groups of disciples, he showed up himself. പല തവണ പല വേളകളിൽ തന്റെ പല ശിഷ്യന്മാർക്ക് താൻ തന്നെ പ്രത്യക്ഷനാക്കി. Hallelujah. ഹല്ലേലൂയ. And he proved that he was alive. താൻ ജീവനോടെ ഇരിക്കുന്നുവെന്ന് അവർ തെളിയിച്ചു കൊടുത്തു. Now people, how many of you know that Jesus is alive even today? എന്നാൽ ദൈവമക്കളെ, നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഇന്നും യേശു ജീവിക്കുന്നു? Hallelujah. Hallelujah. And because Jesus lives, miracles are happening even today. യേശു ജീവിക്കുന്നത് കൊണ്ട് ഇന്നും അത്ഭുതങ്ങൾ നടക്കുകയാണ്. A while ago we saw different testimonies here. ചില നിമിഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നിരവധി സാക്ഷ്യങ്ങൾ കേട്ടു. Tumors disappeared. മുഴകൾ അപ്രത്യക്ഷമായി. Different kinds of pains were taken away. നിരവധി തരത്തിലുള്ള വേദനകൾ മാറി. Jesus blessed childless couples. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കർത്താവ് കുഞ്ഞുങ്ങൾ നൽകി. So many miracles are happening. നിരവധി അത്ഭുതങ്ങൾ. Why? Because the resurrection power of Jesus is still available to people who are calling upon his name. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി ഇന്നും ഇവിടെയുണ്ട്. I am here to tell you with a loud voice that if you call upon the name of Jesus, the same power of God is available even today, right now. ഞാൻ നിങ്ങളോട് ഉറക്കെ പറയട്ടെ, നിങ്ങൾ ഇന്ന് യേശുവിന്റെ നാമത്തെ വിളിക്കുകയാണെങ്കിൽ അതേ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഇവിടെയുണ്ട്. Right now it is available. ഇപ്പോൾ അതിവിടെയുണ്ട്. Hallelujah. ഹല്ലേലൂയ. When you touch a power plug, നിങ്ങൾ ഒരു പവർ പ്ലഗിൽ തൊട്ടാൽ power will pass through your body. ശക്തി നിങ്ങളുടെ ശരീരത്തിലേക്ക് വരും. The greatest power source is Jesus of Nazareth. ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്നുള്ളത് കർത്താവായ യേശുവാണ്. Because of his power he created all the visible and invisible things that was created. കാരണം സൃഷ്ടിക്കപ്പെട്ട സകല ദൃശ്യമായതിനെയും അദൃശ്യമായതിനെയും തന്റെ സ്വന്തം ശക്തിയാൽ നിർമ്മിച്ചവനാണവൻ. Hallelujah. ഹല്ലേലൂയ. So when you touch Jesus, നിങ്ങൾ യേശുവിനെ തൊടുമ്പോൾ power will flow through your body. നിങ്ങളുടെ ശരീരത്തിലൂടെ ശക്തി പുറപ്പെടും. There was a lady with the issue of blood and she touched the hem of Jesus' garment. Suddenly the power was released and she was totally healed. രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവൾ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ ഉടൻ തന്നെ പൊടുന്നനെ അവളുടെ രക്തസ്രാവം സൗഖ്യമായി. She was healed not the next day, അവൾ പിറ്റേ ദിവസമല്ല, not the next week, അടുത്ത ആഴ്ചയിലെ സൗഖ്യമായത്, not the next month, അടുത്ത മാസവുമല്ല, not the next year. അടുത്ത വർഷമല്ല. The moment she touched, she was healed. അവൾ യേശുവിന്റെ വസ്ത്രം തൊട്ട നിമിഷം അവൾ സൗഖ്യമായി. Hallelujah. ഹല്ലേലൂയ. The same power is available here അതേ today. ശക്തി ഇവിടെയുണ്ട്. The answer to all your problem is the power of the Holy Spirit. നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. Hallelujah. ഹല്ലേലൂയ. He supplies everything that we need in life and for our godliness through the power that is at work within us. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി മുഖാന്തരം നമ്മുടെ ജീവനും നമ്മുടെ ആത്മീയതയ്ക്കും ആവശ്യമായ സകലവും അവൻ നിരന്തരമായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. Lift your hands and talk to him.
നിന്റെ കരങ്ങൾ ഉയർത്തി അവനോടൊന്ന് സംസാരിക്കുക. Ask, Lord, I need your power today. ഒന്ന് പറഞ്ഞാൽ, കർത്താവേ എനിക്ക് അങ്ങയുടെ ശക്തി ആവശ്യമാണ്. Lord, I need your power today. കർത്താവേ അങ്ങയുടെ ശക്തി എനിക്ക് വേണം. Lord, I need your power today. കർത്താവേ അങ്ങയുടെ ശക്തി എനിക്ക് വേണം. I don't want to go back empty. കർത്താവേ ഒഴിഞ്ഞവനായി എനിക്ക് മടങ്ങി പോകണ്ട. I want to go back full. നിറഞ്ഞവനായി എനിക്ക് മടങ്ങി പോകണം. Hallelujah. ഹല്ലേലൂയ. Amen. ആമേൻ. Sometimes when we travel to different locations for blessing festivals and for other ministries, ഞങ്ങൾ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിനും മറ്റു കാര്യങ്ങൾക്കുമായി നിരവധി യാത്രകൾ ഞങ്ങൾ ചെയ്യുമ്പോൾ, when we drive the car, ഞങ്ങൾ കാർ ഓടിക്കുമ്പോൾ the needle will show that the tank is empty. നമ്മളുടെ പെട്രോളിന്റെ ടാങ്ക് ശൂന്യമാകുമ്പോൾ ഒരു നീഡിൽ കാണിക്കും. When it comes to the bottom, ഏറ്റവും താഴത്തേക്ക് ആ to the സൂചി വരുമ്പോൾ red mark which shows empty, ഒരു റെഡ് ചുവന്ന പാടിലേക്ക്, കാരണം കാലി ടാങ്ക് ആവുമ്പോൾ the next thing that we do is we rush to a petrol pump. ഉടനെ ഞങ്ങൾ ചെയ്യുന്ന കാര്യം അടുത്തുള്ള പെട്രോൾ പമ്പിലേക്ക് ഞങ്ങൾ വേഗത്തിൽ പോകും. And we will have our fill, we will have full tank, and then we will start. ഞങ്ങൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര ചെയ്യും. In the same way, അതുപോലെ തന്നെ Jesus wants you to have your full tank of fuel, the Holy Spirit and His power today. യേശു നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഇന്ന് നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ ടാങ്ക് മുഴുവൻ പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ യേശു ആഗ്രഹിക്കുന്നു. Never go empty back to your homes. നിങ്ങൾ വീടുകളിലേക്ക് കാലിയായി മടങ്ങി പോകരുത്. Jesus rose up from the dead. യേശു മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റു. With great power and authority he came out. വലിയ ശക്തിയോടും അധികാരത്തോടും കൂടി അവൻ And പുറത്തേക്ക് he appeared to people, to his disciples in different locations. പല സ്ഥലങ്ങളിലായിരിക്കുന്ന തന്റെ ശിഷ്യന്മാർക്ക് താൻ പ്രത്യക്ഷനായി. Finally, before he left back to his father, he called all his disciples and said, താൻ പിതാവിന്റെ അടുക്കിലേക്ക് അവസാനമായി മടങ്ങി പോകുന്നതിന് മുൻപ് എല്ലാ ശിഷ്യഗണങ്ങളെയും വിളിച്ചു കൂട്ടിയിട്ട് അവൻ പറഞ്ഞു. Luke chapter 24 verse number 49. ലൂക്കോസ് 24:49. Are you listening to me? എന്നെ കേൾക്കുന്നുണ്ടോ? Jesus said, യേശു പറഞ്ഞു, do not leave the city of Jerusalem now. ഇപ്പോൾ നിങ്ങൾ യെരുശലേം നഗരം വിട്ടു പോകരുത്. Because the Father wants to do something more. കാരണം പിതാവിന് ചില കാര്യങ്ങൾ കൂടെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. Hello. കേൾക്കുന്നുണ്ടോ? The Father wants to do something more. പിതാവ് ചില കാര്യങ്ങൾ കൂടെ ചെയ്യാൻ പോവുകയാണ്. Because the Father has promised something to you. കാരണം പിതാവ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. So do not leave Jerusalem now. അതുകൊണ്ട് ഇപ്പോൾ യെരുശലേം വിട്ട് നിങ്ങൾ പോകരുത്. But stay back until you are clothed with power നിങ്ങൾ from on high. ഉയരത്തിൽ നിന്നുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കുവോളം നിങ്ങൾ ഇവിടെ കാത്തിരിക്കുക. Hallelujah. ഹല്ലേലൂയ. Lift your right hand. നിങ്ങളുടെ വലതുകരം ഉയർത്തി പിടിക്കാം. Look to the Father. പിതാവിലേക്ക് നോക്കാം. And ask him, Lord, I want the promise of the power of God to come upon me from on high. പിതാവിനോടൊന്ന് പറഞ്ഞ്, പിതാവേ അങ്ങ് വാഗ്ദത്തം ചെയ്തതുപോലെ ഉയരത്തിൽ നിന്നുള്ള ശക്തി എനിക്ക് നൽകണമേ. Come on, speak. ഉറക്കെ ഒന്ന് വായ് തുറന്ന് പ്രാർത്ഥിച്ചാലോ. Lord, give me your power in me. കർത്താവേ അങ്ങയുടെ ശക്തി എന്നിലേക്ക് അങ്ങ് പകരണമേ. Hallelujah. ഹല്ലേലൂയ. Do you know what the disciples did? ശിഷ്യന്മാർ എന്ത് ചെയ്തെന്ന് അറിയാമോ? They did not leave Jerusalem until the Holy Spirit came powerfully upon them. ശക്തിയായി പരിശുദ്ധാത്മ അവരുടെ മേൽ ഇറങ്ങി വരുന്നത് വരെ അവർ യെരുശലേം വിട്ടു പോയില്ല. Hallelujah. ഹല്ലേലൂയ. They were waiting in the presence of the Lord for the mighty advent of the Holy Spirit in an upper room. ഒരു മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അവരുടെ മേൽ ഇറങ്ങി വരുന്നത് വരെ അവർ കാത്തിരുന്നു. Hallelujah. ഹല്ലേലൂയ. Look at me, please. നോക്കിയാലും The most powerful people on this planet are the ones with the power of the Holy Spirit in them. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തിയുള്ള ആളുകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരുടെ അകത്താണോ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ളത് അവരാണ് ഏറ്റവും ശക്തിയുള്ളവർ. Not the bodybuilders, ബോഡി ബിൽഡേഴ്സ് അല്ല, but the ones who have the power of God in them. എന്നാൽ ദൈവത്തിന്റെ ശക്തി അകത്തുള്ളവരാണ് ഏറ്റവും ശക്തിയുള്ളവർ.
Hallelujah. ഹല്ലേലൂയ. Your body may be thin. ഒരുപക്ഷെ നിങ്ങളുടെ ശരീരം മെലിഞ്ഞതായിരിക്കാം. You may be weak in your body. നിങ്ങളുടെ ശരീരം ശോഷിച്ചതായിരിക്കാം. But if you have the power of God, പക്ഷേ ദൈവശക്തി ഉണ്ടെങ്കിൽ, hallelujah, ഹല്ലേലൂയ, that is the greatest power in the universe. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി അതാണ്. Hallelujah. ഹല്ലേലൂയ. How many of you sitting here, you need the power of God in your life today? നിങ്ങളിൽ എത്ര പേർക്ക് ഇന്ന് ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്ക് ആവശ്യമുണ്ട്? We need the power of God more than ever in this generation. ഈ തലമുറയിൽ മുൻപുണ്ടായിരുന്നതിനേക്കാൾ നമുക്ക് ദൈവശക്തി ആവശ്യമാണ്. Hallelujah. ഹല്ലേലൂയ. If you realize the need, you will start praying and crying to the Lord, Lord, I want more of your power today. ഓ, അതിന്റെ ആവശ്യം നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും, നിങ്ങൾ കരയാൻ തുടങ്ങും. കർത്താവേ, അങ്ങയുടെ ശക്തി, അങ്ങയുടെ കൃപ എനിക്ക് കൂടുതൽ വേണം. This power of God will make you triumphant and victorious and successful and winning in all your ways. ഈ ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ എല്ലാ വഴികളിലും നിങ്ങളെ ജയാളികളാക്കി, നിങ്ങളെ ഉന്നതന്മാരാക്കി മാറ്റും. Hallelujah. ഹല്ലേലൂയ. Isaiah 54:17 says, യെശയ്യാ 54:17 പറയുന്നു, no weapon formed against you shall prosper. നിനക്ക് എതിരെ വരുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. Hallelujah. ഹല്ലേലൂയ. When you have the authority and power of God, നിങ്ങൾക്ക് ദൈവത്തിന്റെ അധികാരവും ശക്തിയും ലഭിക്കുമ്പോൾ no tongue can speak against you. ഒരു നാവും നിനക്കെതിരെ സംസാരിക്കുകയില്ല. When you have the power of God in you, ദൈവത്തിന്റെ ശക്തി നിന്നിൽ ഉണ്ടെങ്കിൽ no man or woman can stand against you. ഒരു മനുഷ്യനോ ഒരു വ്യക്തിക്കോ നിന്നെ നേരെ നിൽക്കുവാൻ കഴിയുകയില്ല. Hallelujah. ഹല്ലേലൂയ. No plagues will come against your tent. നിന്റെ കൂടാരത്തിനടുത്തേക്കോ ഒരു ബാധ പോലും അടുക്കുകയില്ല. Hallelujah. ഹല്ലേലൂയ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വടകര ഡിസംബർ 18 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ വടകര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഷൊർണൂർ ഡിസംബർ 19 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മയിൽ വാഹനം ഓഡിറ്റോറിയം, ഷൊർണൂർ. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. എന്നോട് ചേർന്ന് കണ്ണുകൾ അടച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും, ചേർന്നിങ്ങനെ പറഞ്ഞാലും, യേശുവേ, അങ്ങയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എൻ്റെ പ്രശ്നങ്ങൾ അങ്ങേക്ക് കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നതാണെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. യേശുവേ, എൻ്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി ഞാനിപ്പോൾ തുറന്നു നൽകുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് സമാധാനവും സന്തോഷവും എനിക്ക് നൽകണമേ. എൻ്റെ ഭാരങ്ങൾ അങ്ങയുടെ മുൻപിൽ ഞാനിപ്പോൾ ഇറക്കി വയ്ക്കുന്നു. യേശുവിനെ എൻ്റെ ദൈവമായി, എൻ്റെ കർത്താവായി, എൻ്റെ രാജാവായി ഞാനിപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു. ആമേൻ, ആമേൻ. രോഗികളായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. കർത്താവെ, ഇപ്പോൾ തന്നെ രോഗികളായിട്ടുള്ള വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാകട്ടെ കർത്താവെ. വിക്ക് എന്ന അസുഖമുള്ള വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. വിശ്വസിക്കുക. ഇപ്പോൾ തന്നെ ഭയത്തിൻ്റെ ആത്മാവിനെ ഈ സമയത്ത് ആ വ്യക്തിയിൽ നിന്ന് ശാസിച്ച് പുറത്താക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. വിക്കിൻ്റെ അസുഖം ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതുപോലെ തന്നെ പഠനം പാതി വഴിക്ക് നിർത്തിയിട്ടുള്ള ചില കുട്ടികളുടെ വിദ്യാഭ്യാസം കർത്താവെ അത്ഭുതകരമായ വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വല്ലാത്ത തലവേദന അനുഭവിക്കുന്ന വ്യക്തി, കനത്ത തലവേദനയാണ്, എല്ലായ്പ്പോഴും നിങ്ങൾക്ക് തലവേദനയാണ്, ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ ആ വ്യക്തി സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരിൽ കർത്താവിൻ്റെ സൗഖ്യം ഇറങ്ങി വരിക യേശുവിൻ്റെ നാമത്തിൽ. കാഴ്ചശക്തി അത് പൂർണ്ണമായും അവർക്ക് തിരികെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദഹന പ്രക്രിയയിലുള്ള ചില പ്രശ്നങ്ങൾ, ദഹിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ പുളിച്ച് തികട്ടുന്നത് പോലെ അങ്ങനെ ചില അസിഡിറ്റിയുടെ
പ്രശ്നമുള്ള, ചില ദഹന പ്രക്രിയയുമായിട്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് പ്രശ്നമുള്ള ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഏത് പ്രശ്നമാണെങ്കിലും ഈ സമയത്ത് അത് സൗഖ്യമാകട്ടെ. മഞ്ഞപ്പിത്തത്തിൻ്റെ അസുഖം ഈ സമയത്ത് അത് സൗഖ്യമാവുകയാണ്. കരൾ സംബന്ധമായ ചില രോഗങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. താങ്ക് യു ലോർഡ്. അതുപോലെ തന്നെ ചില ആന്തരിക അവയവങ്ങളിൽ മുഴകളുണ്ട്, ട്യൂമേഴ്സ് ഉണ്ട് എന്ന് പറയുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ ട്യൂമറുകൾ, മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. സ്ത്രീകളുടെ മാറിലുള്ള ചില മുഴകൾ ഈ സമയത്ത് അപ്രത്യക്ഷമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എല്ലാ തരത്തിലുള്ള ക്യാൻസർ, ഏത് തരത്തിലുള്ള ക്യാൻസർ ആണെങ്കിലും ഇപ്പോൾ തന്നെ അത് സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ സൗഖ്യം ഈ സമയത്ത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് വിടുവിച്ചതിനായി നന്ദി, അങ്ങയുടെ കരം നീട്ടിയതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ ആഴ്ചയിൽ നടന്ന എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് പ്രത്യേകമായൊരു അനുഭവം കിട്ടിയെങ്കിൽ വിളിച്ചു പറയാനായിട്ട് മറക്കരുത്. തൊട്ടടുത്ത് നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വന്ന് നിങ്ങൾക്കുണ്ടായ അനുഭവം എന്താണോ ദയവായി അത് അറിയിക്കുക. അപ്പോൾ തന്നെ ഓരോ ബ്ലെസ്സിങ് ടുഡേയുടെ എപ്പിസോഡുകളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ ബ്ലെസ്സിങ് ടുഡേയുടെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കിതുപോലൊരു അനുഗ്രഹം ലഭിച്ചെങ്കിൽ ഇതിൻ്റെ പുറകിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ, അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിളിക്കേണ്ട 0484422200 എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ദയവായി സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. ബ്രദർ ഡാമിയൻ്റെ കൊലോസിയ ലേഖന സന്ദേശ പഠനത്തിൻ്റെ സന്ദേശങ്ങളെല്ലാം തന്നെ CD രൂപത്തിൽ അവൈലബിൾ ആണ്. ദയവായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അത് ആവശ്യപ്പെടുക. അപ്പോൾ തന്നെ ഇന്ന് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് വടകരയിലാണ്. കടന്നു വരാനായിട്ട് മറക്കരുത്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ പ്രത്യേകമായി ക്ഷണിക്കുന്നു. അനുഗ്രഹം പ്രാപിക്കുമെന്ന വിശ്വാസത്തോടെ ആ മീറ്റിങ്ങിലേക്ക് വരിക. നാളെ നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത് ഷൊർണൂരിലാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായി ഞങ്ങൾ അവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുമെന്നുള്ള വിശ്വാസത്തോടെ വരിക. അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.